മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകുവാൻ. സീറോ മലബാർ സഭയുടെ പ്രേഷിത മുന്നണിയായ സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയ് അയക്കപ്പെട്ടവൻ. MSTയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ഷാലോം TVയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേഷിത പാതകളറിയാം. പ്രേഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേഷിത വഴിയിൽ ചെന്നിടമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേഷിത പാതകളറിയാം. പ്രേഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി കടുകുമണി അപ്പസ്തലോയ് എന്ന വിശ്വാസ പരിശീലന പഠന കളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്പം എൻ്റെ പ്രിയ കൊച്ചു കൂട്ടുകാരും. കഴിഞ്ഞ ആഴ്ച സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് നമ്മൾ പഠിച്ചല്ലേ. സഭയുടെ സ്വഭാവം പ്രേക്ഷിതമാണ്. അങ്ങനെയെങ്കിൽ മക്കളായ നമ്മുടെയും സ്വഭാവം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് സഭ പ്രേക്ഷിതയാകുന്നത് എന്നാണ്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ മനോഹരമായി ചെയ്ത ഒരു ആക്ഷൻ ഡാൻസ് ഉണ്ട് ഇല്ലേ? അതിനെ ഇപ്രാവശ്യം ഒരു അല്പം മ്യൂസിക്കൊക്കെ ഇട്ട് ഒന്ന് അടിപൊളിയാക്കിയാലോ? Parudisa
അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വേണ്ടി മനോഹരമായി നൃത്തം ചെയ്ത ഈ കൊച്ചു കൂട്ടുകാരിമാരെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ? എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം? ഏത് ക്ലാപ്പാ? റെയിൻ ക്ലാപ്പ്. റെയിൻ ക്ലാപ്പ്. റെഡി? റെഡി, 1 2 3 സ്റ്റാർട്ട്. വാവ്, ഗ്രേറ്റ്. അല്ല, ഒരു സംശയം, നമ്മുടെ ഈ 3 ചെയർസ് ഫ്രീ ആണല്ലോ, ഇവരോട് പോയി? അറിയില്ല സാറേ, ഒന്നും പറഞ്ഞില്ല. സാധാരണ അവർ മിസ് ചെയ്യുന്നതല്ലോ. സാറേ, അവർ വരുന്നുണ്ട്. എന്തു പറ്റി? അല്ല, എന്തു പറ്റി? ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാണ് സാറേ. ആക്സിഡന്റോ? എന്താ ആക്സിഡന്റ്? ഞങ്ങള് ക്ലാസ്സിലേക്ക് വരുമായിരുന്നു. ആ സമയം ഞങ്ങളെ കടന്ന് ഒരു കാറ് അതിവേഗത്തിൽ പോയി. കാറിന്റെ സ്പീഡ് കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ആ കാർ ഞങ്ങൾ ഇടിച്ചിടുമായിരിക്കും. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പുറകിലേക്ക് മാറി. പുറകോട്ട് വെച്ച കാല് കുഴിയിലായിരുന്നു സാറേ. എൻ്റെ മോളെ, പുറകോട്ട് കാല് വെക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ, അല്ലേ കുഴിയിലൊക്കെ പോവുകയല്ലേ? ഏതൊക്കെയായാലും തമ്പുരാൻ കാത്തു. വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ലെങ്കിലും. പക്ഷേ ഈ വെച്ചുകെട്ടൊക്കെ ആര് ചെയ്ത് ശരിയാക്കി തന്നു? മടമടുത്തായിരുന്നത് കൊണ്ട് അവിടെ കയറി ചെയ്തത് സാറേ. മടത്തിപ്പോയായിരുന്നല്ലേ? നന്നായി, അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു. സിസ്റ്റേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചല്ലോ. ഏതൊക്കെയാലും ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരുന്നു, നിങ്ങളുടെ സീറ്റിലേക്ക് പോയിരിക്കുക. നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയവും സഭയും പ്രേക്ഷിത പ്രവർത്തനമാണ് അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മളൊക്കെ മിഷണറിമാരാണ്, നമ്മളൊക്കെ നന്മയുടെ കാര്യങ്ങൾ ചെയ്യണം, പിതാവിൻ്റെ സ്നേഹവും കരുണയും കൊടുക്കണമെന്ന്. ഇന്ന് നമ്മുടെ കൊച്ചുമരിയായെ സഹായിച്ച മറ്റു 2 മരിയമാരും, കസാര നീക്കിയിട്ട് കൊടുത്ത കൂട്ടുകാരിയും വെള്ളം കൊടുത്ത കൂട്ടുകാരിയും, ഇതൊക്കെ കണ്ട് അതിനോട് സഹതപിച്ച നമ്മൾ ഓരോരുത്തരും ആക്ച്വലി ആരാ? നമ്മളൊക്കെ പ്രേക്ഷിതരാണ് അല്ലേ? നമ്മുടെ കൂടെയുള്ള ഒരാൾ വേദനിക്കുമ്പോൾ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ സഹതപിക്കുക, അനുകമ്പ തോന്നുക. അനുകമ്പയ്ക്ക് ശേഷം അവരോട് കൂടെയായിരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സഭ പ്രേക്ഷിതയാകുന്നതും സഭയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതും. ഇനി വളരെ എക്സ്ക്ലൂസീവായിട്ട്, വളരെ വ്യത്യസ്തമായ രീതിയിൽ സഭ ചെയ്യുന്ന കുറേ മിഷണറി വർക്കുകളുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ തയ്യാറായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ദയവായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ കണ്ട മനോഹരമായ വീഡിയോ, ഇതിൽ എത്ര മനോഹരമായിട്ടാണ് സഭ
പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു അല്ലേ? വിദ്യാഭ്യാസം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, സ്ത്രീകളെ ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ മനോഹരമായ രീതിയിൽ സഭ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരും അവർക്ക് പറ്റുന്ന എളിയ രീതിയിൽ ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് നമ്മളെ കാണിച്ചത്. ഇങ്ങനെയെല്ലാം നടക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ വഴി അന്വർത്ഥമാകുന്ന ഈശോയുടെ ഒരു വചനമുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മോള് തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് വായിച്ചേ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് തൻ്റെ മേലുള്ള ഒരാൾക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈശോ പരിശുദ്ധാത്മാവ് തന്നെയാണല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ പുത്രനായി വന്ന ആ പുത്രൻ ഈശോയുടെ മുകളിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട്, ഈശോയുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നന്മ തന്നെയാണ് ഈശോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈശോ ചെയ്യുന്നതെന്ന് നോക്കി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അല്ലേ? നമ്മൾ വ്യക്തമായിട്ട് വായിച്ച് കേട്ടോ. ഒരിക്കൽ കൂടി വായിച്ച് വ്യക്തമായിട്ടൊന്ന് കേട്ടെ. ഒരിക്കൽ കൂടി നമ്മൾ വായിച്ച്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു വചനം കൂടിയുണ്ട്. ഈശോ ചെയ്ത ഈ പ്രവർത്തികൾ നമ്മളോടും ചെയ്യാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഈശോ നമ്മളോട് ചോദിക്കും, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, അത് നിങ്ങൾ ചെയ്തോ എന്ന്. ഒന്ന് കേൾക്കാം. നമ്മൾ വായിച്ചേ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. എന്താ സംഭവം എന്നറിയാവോ? എന്താ? അന്ത്യവിധിയാണ്. ഇവിടുത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് പൊടിയൊക്കെ തട്ടി നമ്മൾ മോളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുമ്പോൾ ഈശോ ചോദിക്കും, കുറച്ച് പരിപാടികൾ ഞാൻ ഏൽപ്പിച്ചിരുന്നു, ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു, ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ നാം ബാധ്യസ്ഥരാ. അയ്യോ ഞാൻ മറന്നുപോയി. കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതും പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതും കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ ചെന്ന് കാണുന്നതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഈശോ പറയും, അതൊന്നും എനിക്ക് വലിയ കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രേക്ഷിതരായനെ എന്ന് ഈശോ വ്യക്തമായിട്ട് നമ്മളോട് പറയും. അപ്പം അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അച്ഛന്മാരെ പോലെയോ സിസ്റ്റേഴ്സിനെ പോലെയോ നമ്മുടെ വീടും കുടികളെല്ലാം ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അജ്ഞാതവാസം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പുതിയ മിഷൻ ഉണ്ടാക്കുക എന്നത് മാത്രമല്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ വലിയ കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഓർക്കും, അയ്യോ അതൊക്കെ വലിയ ആൾക്കാർ ചെയ്യുന്നതല്ലേ, കുഞ്ഞച്ഛനെ പോലെയും ചാവറയച്ഛനെ പോലെയും അല്ലെങ്കിൽ മദർ തെരേസയെ പോലെയും അങ്ങനെയുള്ള വലിയ വിശുദ്ധന്മാർ ചെയ്യുന്ന വലിയ പരിപാടികളല്ലേ, അത് ഞങ്ങളെങ്ങനെ ചെയ്യും? അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെക്കൊണ്ട് പറ്റുകയെന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഒരു കാര്യവുമില്ല. നമ്മുടെ കോറസ് ഒന്ന് പാടി ഡാൻസ് ചെയ്താലോ? കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാൻ. പ്രേക്ഷിതവായലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. വെരി ഗുഡ്.
അപ്പോൾ കടുകുമണി അപ്പസ്തലോയുടെ കൊച്ചു കൂട്ടുകാരെ, നമ്മുടെ ഈ കൂട്ടുകാരികൾക്ക് ഇത്രയും മനോഹരമായി ചെയ്ത ആ ഡാൻസിന് ഒരു നല്ല കൈയടി കൊടുത്ത് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം അല്ലേ? നല്ല കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, നമ്മൾ ഈശോയെ പോലെ ആകാൻ വിളിക്കപ്പെട്ട പ്രേക്ഷിതരാണ്. ഈശോ എന്താ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ഈശോ നമ്മളിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു? ന്യായവിധിയുടെ സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു സംഗതി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഗെയിം ചെയ്താലോ? റെഡിയാണോ? ഓക്കെ, ഒന്ന് ഉറക്കെ പറ. റെഡിയാണ് അല്ലേ? അപ്പോൾ ഇത് കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഒത്തിരി പറയുന്നില്ല. ആരാ വരുന്നേ? ആദ്യത്തെ 3 പേർ, രണ്ടാമത്തെ ആൾ, ഒന്ന് ഈ സൈഡിലേക്ക് വന്നോളൂ. അടുത്തയാൾ. ഓക്കെ, ഒരു ലൈനായിട്ട് ശരി അങ്ങോട്ട് മാറി. കാണാമല്ലോ അല്ലേ? നോക്കിക്കേ, നമ്മുടെ കൂട്ടുകാർക്ക് പലതരത്തിലുള്ള മുഖംമൂടികൾ കിട്ടിയിരിക്കുകയാണ്. മാസ്ക്. ഇതാരാ? ഇതാരാ? കുഞ്ഞച്ചൻ. അതോ ചാവറേച്ചൻ. നമ്മുടെ മദർ തെരേസ എങ്ങനെയാ ഒരു പ്രേക്ഷിതയാകുന്നത്? മദർ തെരേസ അഗതികളുടെ അമ്മ. മദർ തെരേസ അഗതികളുടെ അമ്മ അല്ലേ? പാവപ്പെട്ടവർക്കും വീടില്ലാത്തവർക്കും അനാഥർക്കൊക്കെ ആലംബമായിട്ട് മദർ തെരേസ അവരെ സഹായിച്ചു. ഇതാരാ? ഇതെങ്ങനെ നമ്മുടെ കുഞ്ഞച്ചൻ എങ്ങനെയാ പ്രേക്ഷിതനാകുന്നത്? പണ്ടത്തെ കാലത്ത് താഴ്ന്ന വർഗത്തിൽപ്പെട്ട ദളിതരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന വാഴ്ത്തപ്പെട്ടവനാണ് കുഞ്ഞച്ചൻ. വെരി ഗുഡ്, നല്ല ഉത്തരം, നന്നായിരിക്കുന്നു. ഇനി നമ്മുടെ ചാവറ പിതാവ് എങ്ങനെയാ പ്രേക്ഷിതനാകുന്നത്? ചാവറേച്ചൻ പള്ളിക്കടുത്ത് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചു. വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. വെരി ഗുഡ്. ഒരു കൈയടി കൊടുക്കുക നമുക്ക് എല്ലാവർക്കും കൂടി. അപ്പോൾ നമുക്കറിയാവുന്ന, നമ്മൾ സ്നേഹിക്കുന്ന വളരെ പ്രസിദ്ധരായ 3 പ്രേക്ഷിതരെയാണ് നമ്മൾ കണ്ടത് അല്ലേ? ഇതാരാ? ഇവരുടെ മുഖത്തിന് ആരുടെയെങ്കിലും ഛായ ഉണ്ടോ? ഇല്ല, പ്ലെയിൻ ആണല്ലേ? ഇതൊക്കെ നമ്മുടെ മുഖങ്ങളാണ്. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം വഴിയായി, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വഴിയായി ഒരുപക്ഷെ ഇതുപോലൊരു മുഖം നമുക്കും കിട്ടിയേക്കാം. എല്ലാവരും അറിയുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു മുഖം നമുക്കും ഉണ്ടാക്കാൻ പറ്റും അല്ലേ? എങ്ങനെയാ? എപ്പോഴാ? നമ്മളും പ്രേക്ഷിതരാകുമ്പോൾ. അപ്പോൾ ഈ 3 പേരും നമുക്ക് പകരമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഓരോരുത്തരുമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. നമ്മുടെ അധ്വാനമാണ്. നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുത്താൽ, ഇന്നോ നാളെയോ നമുക്കും ഒരു മുഖം ലഭിക്കും എല്ലാവരുടെയും മുമ്പിൽ. മനസ്സിലായോ? ഇനി ഞാൻ നിങ്ങൾക്കൊരു സമ്മാനക്കിഴികൾ തരാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനം അനുസരിച്ചുള്ളൊരു സമ്മാനക്കിഴി നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാൻ പോവുക. റെഡിയാണോ? ദേ, നിങ്ങളുടെ സമ്മാനക്കിഴികൾ റെഡിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും വളരെ പെട്ടെന്ന് ഓരോരോ സമ്മാനക്കിഴികൾ ഞാൻ തരുകയാണ് എല്ലാവർക്കും. എല്ലാവരുടെയും സമ്മാനക്കിഴിയിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. എല്ലാവർക്കും കിട്ടിയല്ലേ? ഓക്കെ, ഒരെണ്ണം എനിക്കും ഇരിക്കട്ടെ. കൊള്ളാം. ഇനി ഈ സമ്മാനക്കിഴി താലന്ത് എന്നൊക്കെ പറയുമ്പോൾ ഈശോ പറഞ്ഞൊരു ഉപമ ഓർക്കുന്നില്ലേ? താലന്തിൻ്റെ ഉപമ. ഞാനും നിങ്ങളും നമ്മളൊക്കെ ഒരു താലന്ത് കിട്ടിയവരായിരിക്കാം. ഇനി ഞാൻ മുഴുത്ത താലന്ത് ദേ ഇവർക്ക് കൊടുക്കുകയാണ്, ഈ വിശുദ്ധന്മാർക്ക്. ഇവർക്കും ഒരുപക്ഷെ ഒരു താലന്തായിരിക്കും കിട്ടിയിരിക്കുക. പക്ഷേ അവരവരുടെ പ്രവർത്തനങ്ങൾ വഴി, അവരുടെ എഫേർട്ട്, അവരുടെ അധ്വാനം വഴി അവർ
മനോഹരമായിട്ട് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്തു. അങ്ങനെ നോക്കിക്കേ, ഈ കിഴിയും നിങ്ങൾക്ക് കിഴിയും കിട്ടിയിരിക്കുന്ന കിഴിയും തമ്മിലുള്ള മുഴുപ്പിൻ്റെ ഒരു വ്യത്യാസമില്ലേ? വളരെ വലുതാണ് ഈ കിഴികൾ. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, അല്ലേ? തങ്ങൾക്ക് കിട്ടിയ നിധിയെ തങ്ങൾക്ക് കിട്ടിയ ടാലൻറ്റിനെ ഒത്തിരി വലുതാക്കിയ വിശുദ്ധർ. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ടാലൻറ്റിനെ വലുതാക്കാം? ഇവരെ പോലെ എങ്ങനെ നമുക്കിത് മുഴുപ്പാക്കാം, ഇരട്ടിയാക്കാം? നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളൊരു പ്രശ്നമാണ്, ഈ വിശുദ്ധരെ പോലെ ആകാൻ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ എന്നെക്കൊണ്ടെങ്കിലും പറ്റുകയില്ല, എന്നെക്കൊണ്ടെങ്കിലും ഒരു വായിക്കും കൊള്ളുകയില്ലെന്ന്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ സൂത്രപ്പണിയുണ്ട്. ആ സൂത്രപ്പണി നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ വിശുദ്ധരെ പോലെ നമുക്ക് നമ്മുടെ നിധി വലുതാക്കാം. എങ്ങനെയാക്കാൻ പറ്റും? ആർക്കെങ്കിലും അറിയാമോ? ഇത് കണ്ടോ, ഇതൊരു സഞ്ചിയാണേ. ഇതാണ് സഭയാകുന്ന സഞ്ചി. ഒരുപക്ഷെ നമ്മുടെ ഇടവകയായിരിക്കാം, നമ്മുടെ കുടുംബമായിരിക്കാം. ഇട്ടോളൂ, ഓരോരുത്തർക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിധി ഇങ്ങോട്ട് ഇട്ടോളൂ. ഇതിങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിധികളെല്ലാം ഒരു പാത്രത്തിലാക്കി നാം എല്ലാവരും ഒന്നിച്ച് ഒരു സമൂഹമായിട്ട് അധ്വാനിച്ചാൽ ഈ വിശുദ്ധന്മാരെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും വലിയ ഒരു നിധി നമുക്കും ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ കൊച്ചു കൂട്ടുകാർ ഒന്നിച്ച് ഒരു മനസ്സായി ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പോയിരിക്കും. ഈ കൂട്ടുകാർക്ക് ഒരു കൈയടി കൊടുക്കാതെ എങ്ങനെയാണ് നമുക്കിത് പറഞ്ഞു വിടുന്നത്, അല്ലേ? നല്ലൊരു കൈയടി കൊടുത്ത് നമ്മുടെ ഈ കൂട്ടുകാരെ നമുക്ക് അവരുടെ സീറ്റിലേക്ക് പറഞ്ഞു വിടാം. പോയിരുന്നോളൂ, സൂക്ഷിച്ച് പോയിരിക്കുക. അപ്പോൾ എൻ്റെ പ്രിയ അപ്പസ്തലോയ് കടുകുമണി കൂട്ടുകാരെ, എന്താ നമ്മളിപ്പോൾ ചെയ്ത ഈ താലന്തുകളുടെ ആ ഉപമയിൽ നിന്ന്, ആ ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താ നമ്മളിപ്പോൾ ചെയ്ത ആ ആക്ടിവിറ്റിയിൽ നിന്ന് മനസ്സിലായത്? എനിക്ക് ആദ്യമേ തോന്നിയായിരുന്നു എനിക്ക് കിട്ടിയ ആ താലന്ത് ചെറുതാന്ന്. പക്ഷേ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അത് വലിയ താലന്തായി. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായി എനിക്ക്. എക്സാക്ട്ലി. മോൾക്ക് ആ ഉപമയുടെ കൃത്യമായ ആശയം മനസ്സിലായി, അല്ലേ? അതായത് അത് തന്നെയാണ് ഞാനും പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മൾ ഒന്നിച്ച്. ഫിലിപ്പിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ. തന്നെയല്ലാതെ മറ്റുള്ളവരോട് കൂടി സഹകരിച്ച് ചെയ്യുമ്പോൾ എനിക്കതൊരു വലിയ കാര്യമായി തോന്നി. അതെ, നമ്മൾ പലപ്പോഴും തന്നെ ചെയ്യുമ്പോൾ ഒരു മടുപ്പല്ലേ? നോക്കിക്കേ, ഇപ്പം ഞാൻ തന്നെ ഇവിടെ ക്ലാസ് എടുത്ത എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? നിങ്ങളും കൂടെ എൻ്റെ കൂടെ അടുത്തിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ചിരിക്കുന്നു. നിങ്ങളുടെ മുഖത്തെ ഊർജ്ജമാണ് എൻ്റെ ഊർജ്ജം, അല്ലേ? എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് അധ്വാനിക്കുമ്പോഴാണ് ഈശോയുടെ മഹിമയ്ക്കായിട്ട് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പരിണമിക്കുക, അല്ലേ? അങ്ങനെ നമുക്ക് നല്ല ക്രിസ്ത്യാനികളാകാൻ കഴിയും. എങ്കിൽ നമുക്കിനിയൊരു നല്ലൊരു ആക്ഷൻ സോങ് നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടല്ലേ? അത് ഏതിൻ്റെ ബേസിലാണ്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഈശോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നാണ് ആ വാക്യം പറയുന്നത്. നമ്മൾ 2 പ്രാവശ്യം വായിച്ചതാണ്. കർത്താവിൻ്റെ ആത്മാവിൽ എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. അങ്ങനെ നന്മയുടെ, പിതാവിൻ്റെ സ്നേഹവും കരുണയും അനുദിനം മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് ഈശോ വന്നത്. ഈശോയെ സ്തുതിച്ചുകൊണ്ട്, ഈശോയുടെ വരവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആക്ഷൻ സോങ് ചെയ്താലോ? റെഡിയാണോ? ഓക്കെ. ആ ആക്ഷൻ സോങ്ങിൻ്റെ പ്രിയ കൂട്ടുകാർ നടുക്കേക്ക് വന്നേ. സുവിശേഷം മാനവർ
അപ്പോൾ എൻ്റെ പ്രിയ കടുകുമണി അപ്പസ്തലോയ് കൂട്ടുകാരെ, നമ്മുടെ ഒരു ക്ലാസ് കൂടി അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുന്നത് പോകുവിൻ പ്രഘോഷിക്കുവിൻ എന്ന ഈശോയുടെ വലിയ വചനത്തെക്കുറിച്ചാണ്. അതിനു മുമ്പായി എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ വരുന്നത് പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ കുടുംബങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ വീടുകളിലെ രീതികൾ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മളൊക്കെ ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് വെറും സാമൂഹിക നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക മാത്രമല്ല, ഈശോയുടെ വചനം കൊടുക്കൽ തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നും, നമ്മൾ കുറച്ച് മുമ്പ് കണ്ട വീഡിയോയും നമ്മുടെ ഈ മൊത്തം ആക്ടിവിറ്റീസൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ചെയ്യുക, അത് മാത്രമല്ല വിശ്വാസ പ്രഘോഷണം. മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ഈശോയുടെ നാമം മറ്റുള്ളവരിൽ എത്തണം. വിശ്വാസ പ്രഘോഷണം എന്ന് പറയുന്നത് ഈശോയെ കൊടുക്കലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും പഠിക്കാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.